Hello everyone, welcome to Edu Valet. നമ്മൾ ഇന്ന് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ആണ്. അതായത് ഈ പാഠത്തിലെ ബേസിക് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഹാലോ ആൽക്കെയിൻസ്, എന്താണ് ഹാലോ അരീൻസ്, ഇവർ പങ്കെടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇത് ഈ പാഠത്തിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ നമുക്കത് ആൻസർ ചെയ്യാം, അങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് കെമിസ്ട്രി മൊത്തത്തിൽ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടും ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഡയറക്റ്റ് ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ട്. അത് കൂടാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ പാഠം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സും വീഡിയോ ക്ലാസ്സും രണ്ടും കൂടി ക്ലബ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഈ രണ്ട് സെക്ഷനിലും പറഞ്ഞ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടി കംപ്ലീറ്റ് കണ്ട് ഒപ്പം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠം സെറ്റായി എന്ന് പറയാം. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അതൊക്കെ നമുക്ക് പഠിക്കാം. കുറേ വർഷങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറേ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സാൻമേഴ്സ്, ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്, സെയ്ജഫ്, വുഡ്സ് ഫിറ്റിക് ആൻഡ് ഫിറ്റിക് റിയാക്ഷൻ. ഈ 7 എണ്ണം നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഈ 7 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും 7 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ 7 റിയാക്ഷൻസ് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നുണ്ട്, ഡയറക്റ്റ് അല്ലാതെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ 7 എണ്ണം നിങ്ങൾക്ക് മനസ്സിലായി, ഒപ്പം പഠിച്ചിരിക്കണം. ഇത് ഞാൻ വീണ്ടും ഈ വീഡിയോ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ പറഞ്ഞു, അതൊപ്പം പഠിക്കാം. ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പം ഈ നെയിംഡ് റിയാക്ഷൻസ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കൂടാതെ ഈ പാഠത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് SN1ഉം SN2. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം. SN1ഉം SN2ഉം ഈ പാഠത്തിലെ ഒരു ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ SN1ഉം SN2 കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും SN1 SN2ന് എക്സാമ്പിൾ എഴുതാനൊക്കെ വേണ്ടി കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദ്യം വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം നോക്കാം, അത് നമുക്ക് ആദ്യം പഠിക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ SN2 ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് കൺസെപ്റ്റ് ക്ലിയർ ആവണം, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് SN1 ആണോ SN2 ആണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങളോട് തരും, എന്നിട്ട് പറയും നിങ്ങളോട് ഇതിൻ്റെ SN2 റിയാക്ഷൻ എഴുതാനും പറയാം. അപ്പം അതുകൊണ്ട് കൺസെപ്റ്റ് വളരെയധികം ക്ലിയർ ആക്കിയിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. ആദ്യം മനസ്സിലാക്കുക, SN2 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വേണം നേരെ ഓപ്പോസിറ്റ് 1 എന്ന് മനസ്സിലപ്പം തന്നെ ചിന്തിക്കുക. 1 SN2 എന്നാണെങ്കിൽ നേരെ മനസ്സിൽ ചിന്തിക്കേണ്ടത് 1 ആണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുക എന്നാണ് നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. അപ്പൊ SN2 റിയാക്ഷൻ ആണ്. SN2 എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക 1, ഓപ്പോസിറ്റ് 1 എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ബോണ്ട് ബ്രേക്ക് ആവുന്നതും ഒപ്പം ബോണ്ട് ഫോം ആവുന്നതും എല്ലാം ഒറ്റ സ്റ്റെപ്പിലാണ്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാനിത് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നമ്മളെ കയ്യിൽ 2 റിയാക്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, SN2 റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. SN2 റിയാക്ഷൻ, ഓക്കെ, SN2 റിയാക്ഷൻ്റെ എക്സാമ്പിളിലേക്ക് നമുക്ക് കടക്കാം. ഈ എക്സാമ്പിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലുണ്ടാവണം ഇവിടെ 2 റിയാക്റ്റൻസുകൾ ഉണ്ടായിരിക്കും. ഒരു റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ NaOH ഒക്കെ ആവും, NaOH KOH ഒക്കെ വരാം. അപ്പം ഞാൻ ജസ്റ്റ് OH എന്ന് മാത്രം ഇവിടെ കൊടുക്കുന്നുണ്ട്. NaOH നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ ഇതൊരാളാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്ന ആള് CH3Cl ആണ്. ഇതാണ് ഞാൻ എടുക്കുന്നത്, CH3 ആൻഡ് Cl. ഇതൊരു ഹാലോ ആൽക്കെയിൻ ആണ്. അപ്പം ഞാൻ എടുത്ത റിയാക്റ്റൻ്റ് ഒന്ന് ന്യൂക്ലിയോഫൈൽ എന്ന് നമ്മൾ പേര് പറയും. ന്യൂക്ലിയോഫൈൽ NU എന്ന് പറയും കേട്ടോ, NU. ഇപ്പം നമ്മൾ ആദ്യം എടുത്ത റിയാക്റ്റൻ്റ് NU എന്ന് പറയുന്ന ആളാണ്. NU ന്യൂക്ലിയോഫൈല്. അതാരാ? ഇത് NaOH ആവാം. ഓക്കെ, NaOH എന്ന് വിചാരിച്ചോ. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ഒരു ഹാലോ ആൽക്കെയിനും ആണ്.
നമ്മളെടുത്ത ഹാലോ ആൽക്കീൻ്റെ പേരെന്താ? CH3Cl. ക്ലോറിനും ഉണ്ട്, കാർബണിന്റെ കോമ്പൗണ്ടും ഉണ്ട്. ഇതാണ് ഹാലോ ആൽക്കേൻ CH3Cl. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ആൾക്കാരുണ്ട്, ഒന്നൊരു ന്യൂക്ലിയോഫൈലും ഒന്നൊരു ഹാലോ ആൽക്കീനും. ഇവർ 2 പേരും കൂടിയാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുക ഇടയിൽ നടക്കുന്ന കാര്യം ഇതാണ്. ആ ഇടയിൽ നടക്കുന്ന കാര്യം നമ്മൾ ജസ്റ്റ് ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. അത് അവിടെ ഫോം ചെയ്യുന്നില്ല, നടക്കുന്ന കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കും. എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CH3Cl ഉണ്ടല്ലോ, അതിലേക്ക് ഈ OH വന്ന് കയറും, ക്ലോറിൻ ഇവിടുന്ന് പോവുകയും ചെയ്യും. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ബോണ്ട് ബ്രേക്ക് ആവുകയും ചെയ്യും, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ബോണ്ട് ഫോം ആവുകയും ചെയ്യും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് സിയും 3H നിങ്ങൾ അവിടെ തന്നെ എഴുതിക്കോ, CH3 നിങ്ങൾ അവിടെ തന്നെ എഴുതിക്കോ. ഈ Cl ബ്രേക്ക് ആയി, കണ്ടോ, ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഈ Cl ഓക്കെ OH വന്നു, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ക്ലോറിൻ പുറത്തേക്ക് പോവാണ്, ബോണ്ട് ബ്രേക്ക് ആവുന്നു. അപ്പൊ തന്നെ ആ ഗ്യാപ്പിൽ നമ്മൾ ആര് വന്ന് കയറും? OH വന്ന് അറ്റാക്ക് ചെയ്യും. ഇതിങ്ങനെ ഞാൻ ഡാഷ്ഡ് ആയിട്ട് കൊടുത്തത്, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലോറിൻ ബ്രേക്കായി, അപ്പൊ തന്നെ ഇവിടെ OH വന്ന് കയറി. സോ ഫൈനലി ഇതിന് നേരെ വീണ്ടും അടുത്തൊരു ഏരോ മാർക്ക് ഇട, ഒറ്റ സ്റ്റെപ്പിലാണ് ഇത് എഴുതേണ്ടത്, നേരെ എഴുതി പോണം. സ്ഥലമില്ലാത്തത് കൊണ്ട് താഴത്തേക്ക് എഴുതാണ്. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഉണ്ടാവുന്ന ആൾ ഇവിടുന്ന് ക്ലോറിൻ പോയിട്ടുണ്ടാവും, OH ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടാവും. സോ ലാസ്റ്റ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് C എഴുതാ, H ഇവിടെ, ഈ H ഇവിടെ, ഈ H ഇവിടെ എന്ന് പറഞ്ഞിട്ട് 3H ഇപ്പുറത്തേക്ക് തിരിയും. Hകൾ ഇവിടെ ആയിരുന്നു, ഈ 3Hകൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കടന്നു, കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി, കാരണം ഇവിടേക്ക് OH വന്നു. ഇതാണ് ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ നടന്നത്. അപ്പോൾ SN2 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവണം 2 റിയാക്റ്റന്റുകൾ, ഇവരെ നമ്മൾ വിളിക്കുക റിയാക്റ്റൻസ് എന്നാണ്. ഒന്ന് ന്യൂക്ലിയോഫൈലും മറ്റൊന്ന് നമ്മുടെ ഹാലോ ആൽക്കീനും. 2 പേരും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോമിങ്. ഒരു ബോണ്ട് ഇവിടെ ബ്രേക്ക് ആവുന്നു, ബോണ്ട് ബ്രേക്കുന്നോ ബോണ്ട് ക്ലീവേജ് എന്നോ പറയാം. ഇങ്ങനെ ബ്രേക്ക് ആവാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തന്നെ ഇവിടുന്ന് ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. സോ ബോണ്ട് ബ്രേക്കും ഫോമും ഒറ്റ സ്റ്റെപ്പിൽ നടന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതാ CH3OH എന്ന് കിട്ടും. CH3Cl എന്നുള്ളത് എന്തായി മാറി? ക്ലോറിൻ പോയിട്ട് CH3OH എന്നായി. ഇവിടുത്തെ പ്രത്യേകത ഇങ്ങനെ ഉണ്ടായിരുന്ന H ഇങ്ങനെ ഇപ്പുറത്തേക്കായി, അവിടെ കോൺഫിഗറേഷൻ ചേഞ്ച് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ 3Hകൾ ഇവിടെ ആയിരുന്നു, അവരിതാ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു, ഡയറക്ഷൻ മാറി. സോ ഇതാണ് SN2 റിയാക്ഷന്റെ എക്സാമ്പിൾ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ SN2 റിയാക്ഷനിലെ ഒറ്റ സ്റ്റെപ്പാണ്, സിംഗിൾ സ്റ്റെപ്പിലാണ് എല്ലാം നടക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിലെ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് ഫോമിങ്ങും നടക്കും. അടുത്തത് ഇവിടെ 2 റിയാക്റ്റൻസ് ഉണ്ട്, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന NU എന്ന് പറയുന്ന NaOHഉം CH3Clഉം. ഈ 2 പേരുടെ കോൺസെൻട്രേഷനെയും ഈ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ആൾക്കാർക്കും അനുസരിച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുക. അപ്പൊ ആദ്യത്തെ പോയിന്റ് SN2 എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റെപ്പാണ്, റിയാക്റ്റൻസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്ത ഈ 2 ആൾക്കാരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയാം, ഈ 2 ആൾക്കാരുടെ അളവിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എഴുതാം. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? കോൺഫിഗറേഷൻ ചേഞ്ച് ആയി, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് പറയാം. ഈ 3Hകൾ ഇപ്പുറത്തേക്കായി, കോൺഫിഗറേഷൻ മാറി. ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് ഫോമിങ്ങും ഒക്കെ ഒറ്റ സ്റ്റെപ്പിലാണ്. ഇനി ഇവിടെ കൂടുതൽ റിയാക്റ്റീവ്, ഇങ്ങനെയുള്ള റിയാക്ഷൻ SN2 എന്ന് പറയുന്ന റിയാക്ഷൻ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഹാലോ ആൽക്കെയിൻസ് ആണ്. ഏത്? CH3Cl പോലെയുള്ള ഹാലോ ആൽക്കെയിൻസിലാണ് മോർ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലാണ് കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ഇങ്ങനെ പ്രൈമറി കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡറി വരെയുള്ള ഏറ്റവും കുറവ് ടെർഷ്യറിയിലാണ്. അപ്പൊ ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. SN2 റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇതാണ് എക്സാമ്പിൾ. CH3Clഉം OH എടുത്തിട്ട് റിയാക്ഷൻ എഴുതാം. സോ SN2 റിയാക്ഷന്റെ നമുക്ക് പോയിന്റുകൾ പഠിക്കാം. SN2 റിയാക്ഷൻ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ SN2 SN1 രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ആദ്യത്തിന്റെ ഹെഡിങ് ഫുൾ ആയിട്ട് ഇതിന്റെ എഴുതുക. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫീലിക് ബൈമോളിക്കുലാർ എന്നാണ് SN2ന് പറയാ. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫീലിക് ബൈമോളിക്കുലാർ. അപ്പൊ ആദ്യത്തെ പോയിന്റ് 2 എന്നാണ്. SN2 എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് സെക്കൻഡ് ഓർഡർ ആണ്.
ഈ റിയാക്ഷൻ എന്ത് ഓർഡർ കൈനറ്റിക് എന്ന് പറയാം? സെക്കൻഡ് ഓർഡർ. റിയാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെയാണ്? ആർഎക്സും ന്യൂക്ലിയോഫൈലും. ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് ആർഎക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ഹാലോ ആൽക്കെയിൻ അല്ലെ, ഒരു ഹാലോ ആൽക്കെയിനും ഒരു ന്യൂക്ലിയോഫൈലും തമ്മിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ഷൻ എന്ത് ഓർഡർ ആണ്? സെക്കൻഡ് ഓർഡർ ആണ്. 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ. ഇനി രണ്ടാൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അതാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബോത്ത് ദ റിയാക്ടൻസ്. നമ്മളെടുത്ത ഹാലോ ആൽക്കെയിനെയും ന്യൂക്ലിയോഫൈലിനെയും രണ്ടുപേരെയും ഈ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത NaOH ആണെങ്കിൽ NaOH, CH3Cl ആണെങ്കിൽ അത് ന്യൂക്ലിയോഫൈലോ അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിനോ, രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ റിയാക്ഷൻ. ഇനി ഇവിടെ കോൺഫിഗറേഷൻ ഓഫ് ദ കാർബൺ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്, തല തിരിയുന്നുണ്ട്. 3H ഇപ്പുറത്തുള്ളത് റിയാക്ഷൻ കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് ആവുന്നുണ്ട്. ഇനി ഇവിടെ ബ്രേക്കിങ്ങും ബോണ്ട് ഫോമിങ്ങും, ബോണ്ട് ബ്രേക്ക് ആവുന്നതും ബോണ്ട് ഫോം ആവുന്നതും ഒറ്റ സ്റ്റെപ്പിലാണ്, സിംഗിൾ സ്റ്റെപ്പിലാണ്. റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആദ്യം പ്രൈമറിക്കാണ് കൂടുതൽ നടക്കുക, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി ആണ്. അപ്പൊ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു 5 പോയിന്റ് പഠിച്ചു വെക്കണം. ആരൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്, എന്ത് ഓർഡർ ആണ്, സ്പീഡ് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ട്, ബോണ്ട് ബ്രേക്ക് ആവുന്നു, ഫോം ആവുന്നു, സിംഗിൾ സ്റ്റെപ്പിലെ ഓർഡറും പഠിച്ചു വെക്കുക കേട്ടോ. ഇതാണ് SN2 എന്ന് പറയുന്ന റിയാക്ഷൻ. ഇതേപോലെ നമുക്ക് SN1 നോക്കാനുണ്ട്. SN1 നമുക്ക് ഇതേപോലെ ഒരു എക്സാമ്പിൾ വെച്ച് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, SN1 എന്ന് പറയുമ്പോൾ തന്നെ ഓർഡർ 1 ആണ്. നമുക്ക് ഒരു പോയിന്റ് കിട്ടിയില്ലേ? SN1 എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫീലിക് യൂണിമോളിക്കുലാർ എന്നാണ് പറയുക. നേരത്തെ ബൈമോളിക്കുലാർ എന്നായിരുന്നല്ലോ. അപ്പൊ SN1 എന്നാണെങ്കിൽ യൂണിമോളിക്കുലാർ ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? SN1 എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആലേക്ക് 2. 2 സ്റ്റെപ്പിലാണ് ഇവിടെ നടക്കുക. ബോണ്ട് ബ്രേക്ക് ആവുന്നത് ഒരു സ്റ്റെപ്പില്, ബോണ്ട് ഫോം ആവുന്നത് അടുത്ത സ്റ്റെപ്പില്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളിതാ നമ്മുടെ കയ്യിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ 2 സ്റ്റെപ്പിലാണ് നടക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു ഒറ്റ സ്റ്റെപ്പിൽ നടക്കും നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. SN2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറഞ്ഞാൽ 1 എന്ന് ആലോചിക്കുക. അതിന്റെ അർത്ഥം സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുക, ഒറ്റ സ്റ്റെപ്പ്. SN1 എന്ന് പറഞ്ഞാൽ അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക, 2, 2 സ്റ്റെപ്പിൽ നടക്കും. ഇവിടെ നമ്മൾ എടുക്കുന്ന ആള് CH3 3 എടുക്കണം. അതായത് ടെർഷറിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. പ്രൈമറിക്കല്ല റിയാക്ടിവിറ്റി കൂടുതൽ, ടെർഷറിക്കാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എടുക്കുന്നത് ഒരു ടെർഷറി ഹാലോ ആൽക്കെയിൻ ആണ്. ഇതിനെ ആദ്യം നമ്മൾ ബോണ്ട് ബ്രേക്ക് ആക്കണം. ഒരു സ്റ്റെപ്പിലെ ബോണ്ട് ബ്രേക്കിങ്ങും അടുത്ത സ്റ്റെപ്പിലെ ബോണ്ട് ഫോമിങ്ങും ആണ്. അപ്പൊ ആദ്യം നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ CH3 3 CBr എന്നുണ്ട് കേട്ടോ, ഒരു കാർബൺ ഉണ്ട്. സോ കാർബണിന് ചുറ്റും 3 CH3 എന്നായിട്ട് ഇവിടെ മാറും. 3 CH3. ഈ Br ഇവിടെ ബ്രേക്ക് ആവും. കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പില് ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ആയി. ഇതിന് പോസിറ്റീവെന്നും ഇതിന് നെഗറ്റീവെന്നും കാറ്റയോണും ആനയോണെന്നും കിട്ടി. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്ന ടെർഷറി ഹാലോ ആൽക്കെയിൻ, നമ്മളെ കയ്യിൽ ആരാ ഉള്ളത്? 3 ടെർഷറി ആയിട്ടുള്ള ഒരു ഹാലോ ആൽക്കെയിൻ നമ്മളെ കയ്യിലുണ്ട്. ബ്രോമിനൊക്കെ ഉള്ള ഒരാളുണ്ട്. അതാണ് നമ്മൾ ബോണ്ട് ബ്രേക്ക് ആക്കിയത്. കണ്ടോ, ബോണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ബ്രേക്ക് ആക്കി. അടുത്ത സ്റ്റെപ്പിലാണ് ഇനി ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പിൽ. സോ ബോണ്ട് ബ്രേക്ക് ആയി, ബോണ്ട് 2 പീസായി. ഇനി നമുക്ക് പുതിയ ബോണ്ട് ഫോം ചെയ്യാം. അതിനായിട്ട് ഇതാണ് എടുക്കുക, 3 CH3, CH3. ഇതിലേക്ക് ആര് വന്ന് കയറും? OH, NaOH, ന്യൂക്ലിയോഫൈലിനോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ കാർബൺ നേടിക്കോ, 3 CH3 നേടിക്കോ. 3 CH3 കാർബൺ, അതിന്റെ കൂടെ ആര് വന്ന് കയറി? OH വന്ന് കയറി. ഇതേപോലെ CH3 3 കാർബൺ, ബ്രോമിൻ പോയിട്ട് ആ സ്ഥാനത്ത് OH ആയി. കണ്ടോ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരാളെടുത്തു, ഹാലോ ആൽക്കെയിൻ, അത് 2 പീസാക്കി. അതിലേക്ക് OH കൂട്ടിച്ചേർത്തു, OH വന്നു. സോ ഇവിടെ ബ്രോമിനുള്ള സ്ഥലത്ത് തന്നെയാണ് OH വന്ന് കയറിയത്. ഇവിടെ തല തിരിഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ നമുക്ക് കിട്ടി. ഇവിടെ കോൺഫിഗറേഷൻ ചേഞ്ച് ആയില്ല, നോ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. നമ്മൾ എടുത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടി, OH എന്നുള്ളത് വന്നു, ഇവിടെ തല തിരിഞ്ഞില്ല. സോ ഇവിടുത്തെ പ്രത്യേകത SN1 എന്നാണ് നമ്മൾ ഇതിനെ പറയാ. SN1 എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വേണം
ഫസ്റ്റ് ഓർഡർ ആണ്, പക്ഷെ 2 സ്റ്റെപ്പിലാണ് നടക്കുക. ബോണ്ട് ബ്രേക്കിംഗ് ഇൻ 1 സ്റ്റെപ്പ്, ബോണ്ട് ഫോമിങ് ഇൻ അനദർ സ്റ്റെപ്പ്. 2 സ്റ്റെപ്പിലാണ് നടക്കുക. ടെർഷറി ആണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ഇവിടെ തല തിരിയുന്നില്ല, ഇവിടെ നോ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ്. ഇതൊക്കെ വെച്ച് നമുക്കിനി SN1 എഴുതാനായിട്ട് പറ്റും. സോ SN1ന്റെ പോയിന്റുകളിലേക്ക് കിടക്കാം. ആദ്യം ഫുൾ ഫോം പഠിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫീലിക്, യൂണിമോളിക്കുലാർ എന്നാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ ഫോം പറയുക. സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫീലിക്, യൂണിമോളിക്കുലാർ. ഒന്നാമത്തെ പോയിന്റ് എന്താ, നമ്മൾ എടുക്കുന്നത് ആരൊക്കെയാണ്? ഒരു ഹാലോ ആൽക്കേനെയും ഒരു ന്യൂക്ലിയോഫൈലുമാണ് നമ്മൾ എടുക്കുക. ഫസ്റ്റ് ഓർഡർ ആണ്. SN1 എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർഡർ ആണ്. ഇനി ഒരു റിയാക്ടന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, 2 ആളും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദ റേറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് ഓൺലി 1 റിയാക്ടന്റ്. ഈ 2 ആളിൽ ഒരാളെ മാത്രമേ ഇവിടെ ഇതിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഒക്കർ ഇൻ 2 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പിൽ നടക്കും. സ്റ്റെപ്പ് 1 ബോണ്ട് ക്ലീവേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് എന്ന് പറയാം. സെക്കൻഡ് സ്റ്റെപ്പിൽ ബോണ്ട് ഫോം ആയി എന്നും പറയാം. ഇനി ദർ ഇസ് നോ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ, തല തിരിയുന്നില്ല. ഓർഡർ പഠിക്കുക, ടെർഷറിക്കാണ് കൂടുതൽ. ഇവിടെ 3 വരണം, അതിനാണ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അപ്പം ഇങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് SN1 എഴുതാനായിട്ട് പറ്റണം. SN1 എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ, 3 എടുക്കുക. ആദ്യം ബോണ്ട് ബ്രേക്ക് ആക്കുക, പിന്നെ കൂട്ടിച്ചേർത്ത് ബോണ്ട് ഫോം ചെയ്യുക കേട്ടോ. അപ്പോൾ SN1ഉം SN2 ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എടുക്കുന്നത് അലൈലിക്കോ ബെൻസൈലിക്കോ ആയിട്ടുള്ള ഹാലൈഡുകളാവാം. എന്ന് പറഞ്ഞാൽ RXO ARX എന്നോ പറയാം. ഓക്കെ, അലൈലിക്കോ ബെൻസൈലിക്കോ ആണെങ്കിൽ അതൊക്കെ SN1നോടാണ് കൂടുതൽ റിയാക്റ്റീവ്. ഈ SN1ഉം SN2 നോക്കുമ്പോൾ കൂടുതൽ റിയാക്റ്റീവ് SN1നാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ 2 സ്റ്റെപ്പിൽ നടക്കുന്നില്ലേ, അതിനോടാണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം ഇവിടെ റെസനൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉള്ളത് കൊണ്ടാണ്, റെസനൻസ് നടക്കുന്നത് കൊണ്ടാണ് SN1 ആണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ചെറിയൊരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, ഈ പാഠത്തിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കാം. ഓരോ ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ചോയ്സ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഓരോ ചോദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കിക്കോളൂ, ഒരു മിനിറ്റ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. നിങ്ങൾക്ക് CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr മുകളിൽ H പ്ലസ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു നമ്മൾ എഴുതണം. അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr, എന്നിട്ട് മുകളിൽ ഒരു H പ്ലസ് തന്നിട്ടുമുണ്ട്. ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെ സംഭവിക്കാനായിട്ട് പോണത് മാർക്കോ നിക്കോ എന്ന് പറയുന്ന റൂളാണ്. ഡബിൾ ബോണ്ട് ഉണ്ട്, HBr ഉണ്ട്. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ അവിടെ മാർക്കോ നിക്കോ എന്ന് പറയുന്ന റൂളാണ് സംഭവിക്കുന്നത്. മാർക്കോ നിക്കോസ് റൂൾ എന്താണെന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ നമ്മളെ പ്രൊഡക്റ്റ് ആരാന്ന് എഴുതേണ്ടതുള്ളൂ. മേജർ പ്രൊഡക്റ്റ് മാത്രം എഴുതുക. ഒരൊറ്റ പ്രൊഡക്റ്റ്, കൂടുതൽ ഉണ്ടാകുന്ന മേജർ പ്രൊഡക്റ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ നോക്കുക, ഡബിൾ ബോണ്ട് ഉണ്ട്, HBr ഉണ്ടെങ്കിൽ അത് മാർക്കോ നിക്കോ റൂളാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാം? മാർക്കോ നിക്കോ റൂള് പ്രകാരം ഈ HBrലെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ ഇതാണ്, Br ആണ്. ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആള് കുറഞ്ഞ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് പോകും. ഇവിടെ നമുക്ക് 3 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ Br എന്ത് ചെയ്യും? നെഗറ്റീവ് ആയിട്ടുള്ള Br കുറഞ്ഞ ഹൈഡ്രജനിലേക്ക് പോകും. ഇവിടെ അല്ലേ ഹൈഡ്രജൻ കുറവ്, അതിലേക്ക് പോകും. Br അപ്പം നേരെ ഇങ്ങോട്ട് പോകും, H അപ്പം തൊട്ടിപ്പുറത്തേക്കും പോകും. അപ്പം എന്താവും നമുക്ക് ആൻസർ കിട്ടുക? CH3 എഴുതാം. CHന്റെ കൂടെ ആര് വരും? Br. CHBr. ഡബിൾ ബോണ്ട് പോയി, 2 ആൾക്കാർ അവിടെ വന്നു, സിംഗിൾ ബോണ്ടായി. CH2ന്റെ കൂടെ ഒരു Hഉം കൂടി വന്ന് CH3. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ആള്. CH3, CHBr ആൻഡ് CH3 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്കിവിടെ കിട്ടുക. ഇതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് മനസ്സിൽ വേണം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് മാർക്കോ നിക്കോ റൂളാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നോക്കുക, ഡബിൾ ബോണ്ട് HBr ഉണ്ടെങ്കിൽ മാർക്കോ നിക്കോ ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള ആൾ കുറഞ്ഞ ഹൈഡ്രജനിലേക്ക് കൊടുക്കുക.
എച്ച് തൊട്ടിപ്പുറത്തേക്കും കൊടുക്കുക, ഡബിൾ ബോണ്ട് പോയി സിംഗിൾ ബോണ്ട് ആവും. അതാണ് ക്വസ്റ്റ്യൻ. അതിന് 1 മാർക്ക് നിങ്ങൾക്ക് ഇതാ കിട്ടും അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അതേ വർഷം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് ചോദ്യം. വൈ ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ഹാലോ ആൽക്കെയിൻസ് ഇൻ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതാണ് ചോദ്യം. അപ്പോൾ ഹാലോ അരീൻസും ഹാലോ ആൽക്കെയിൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ആറും എക്സും ആണ്. അപ്പൊ ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ കൂടെ എക്സ് വരലാണ്. ഇവിടെ ബെൻസീനും ഇവിടെ ആർ എന്ന് പറയുന്ന ഒരാളുമാണ്. ഈ ആറിന്റെ പൊസിഷനിൽ നമുക്ക് CH3യോ CH2ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വരാം. CH3 CH2 കാർബൺ ആണ് ഇവിടെ വരിക, കാർബൺ. പക്ഷെ ഇവിടെ ബെൻസീനാണ്. അപ്പൊ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ RX-ഉം കാർബണൊക്കെ ഉള്ള ഒരു എക്സും, ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ കൂടെ എക്സും ആണ്. അപ്പൊ ഇവരിവിടെ പറയാണ് ഈ ഹാലോ അരീൻസ് റിയാക്ടിവിറ്റി കുറവാണെന്ന്. ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ഹാലോ ആൽക്കെയിൻ ഇൻ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫീലിക് റിയാക്ഷൻസുകൾ ഉണ്ട്, അതിൽ ഇവർക്ക് റിയാക്ടിവിറ്റി കുറവാണ്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ റീസൺ ഏതാനാണ് ചോദ്യം. ഇതേ ചോദ്യം ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ആൻസർ ഇതാണ്. അപ്പം ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക ഹാലോ അരീൻസ്. അപ്പം എന്താണ് ഹാലോ അരീൻസ്? ബെൻസീൻ്റെ കൂടെ എക്സ് വരിക കേട്ടോ. ബെൻസീൻ്റെ കൂടെ എക്സ് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ ഇങ്ങനെ ബെൻസീൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ബെൻസീൻ. എക്സ് എന്ന് പറഞ്ഞാൽ വല്ല ക്ലോറിനോ ബ്രോമിനോ ഫ്ലൂറിനോ വരലാണ്. അപ്പം ഇതാണ് ഹാലോ അരീൻസ്. ഇവർക്ക് റിയാക്ടിവിറ്റി കുറവാണ്. They are less reactive than haloalkane towards എവിടെ? ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലാണ്. അവിടെ മാത്രമാണ് ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസുകളിലെ ഇവർക്ക് വലിയ റിയാക്ടിവിറ്റി ഇല്ല. എന്താണ് കാരണം? ഇതിൻ്റെ ഒന്നാമത്തെ കാരണം പഠിച്ചു വെക്കുക, റെസനൻസ് എഫക്റ്റ് ആണ് കാരണം. ഡ്യൂ ടു റെസനൻസ് വിത്ത് ബെൻസീൻ റിംഗ് there is partial double bond character in CCl bond. So bond cleavage is difficult compared to that of haloalkane. അതായത് ഈ കേസിൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ. ഓക്കെ, ഈ കേസിലെ ഹാലോ അരീൻസിലെ ഇവരെന്താ വിളിക്കുക പേര് മറക്കരുത്, ഹാലോ അരീൻസിലെ കേട്ടോ. ഈ ഹാലോ അരീൻസിലെ റെസനൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ മാറി 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 വരിക, റെസനൻസ് നടക്കുന്നുണ്ട്. സോ റെസനൻസ് ഉണ്ട് ഈ ബെൻസീൻ റിങ്ങിന്റെ ഉള്ളിലെ. അവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്, പാർഷ്യൽ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് മാറി മാറി വരും. അപ്പൊ അതുകൊണ്ട് കാർബണും ക്ലോറിനും തമ്മിലുള്ള ബോണ്ട്, ഈ കാർബൺ ഇവിടുത്തെ കാർബണും ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരെ വെച്ച് നോക്കുമ്പോൾ? ഹാലോ ആൽക്കെയിൻസ് RX വെച്ച് നോക്കുമ്പോൾ അവിടെ എളുപ്പമാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ. അപ്പൊ ഇത്രയുള്ള ഒന്നാമത്തെ കാരണം റെസനൻസ് എഫക്റ്റ് ആണ്. അവിടെ റെസനൻസ് നടക്കുന്നു, ഡബിൾ ബോണ്ട് ഉണ്ട് അവിടെ. മാത്രമല്ല ഈ കാർബൺ ക്ലോറിൻ ഇവർ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹാലോ അരീൻസുകൾ അധികം ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പങ്കെടുക്കാത്തത്. ഇത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഇതാണ്. 2 കാരണങ്ങൾ എഴുതണം, 2 മാർക്ക് ഞാൻ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാരണം ഇതാണ്, ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ CX ബോണ്ട്. ഇവിടെ പറയുന്നത് ഹാലോ ആൽക്കെയിനിലെ ദ കാർബൺ അറ്റാച്ച്ഡ് ടു ഹാലജൻ ഇൻ ഹാലോ ആൽക്കെയിൻ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. അതായത് ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു CH3Cl എടുത്തോ, ഒരു ഹാലോ ആൽക്കെയിൻ്റെ എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഈ കാർബൺ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് അതിന് sp3 എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷേ നമ്മൾ ബെൻസീൻ്റെ മുകളിൽ ക്ലോറിൻ എടുത്തു എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ CH3യുടെ കൂടെ ക്ലോറിൻ, അതിന് പകരം ബെൻസീൻ്റെ കൂടെ ക്ലോറിൻ എടുത്താൽ അവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അവിടെ ഡബിൾ ബോണ്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ sp2 ഹൈബ്രിഡ്. അപ്പോൾ ഒരു ഭാഗത്ത് sp3, ഹാലോ ആൽക്കെയിനിലെ sp3യും ഹാലോ അരീനിലെ sp2 ആണ്. അപ്പൊ ഇതുകൊണ്ടാണ്, ഈ ഡിഫറൻസ് കാരണമാണ് നമുക്ക് ഇവിടെ കൂടുതൽ റിയാക്റ്റീവ് ആവാത്തത്. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ കുറച്ചും കൂടി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇവിടെയുള്ള ഈ ഒരു കാർബൺ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്, ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കൂടുതൽ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാത്തത്.
മൂന്നാമത്തെ കാരണം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ഇലക്ട്രോൺ റിച്ച് ന്യൂക്ലിയോഫൈൽ ടു അപ്രോച്ച് ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിംഗ്. അപ്പൊ നമ്മൾ വേറൊരാളെ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോൺ റിച്ച് ആണ്, ബെൻസീനിലും ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി ബുദ്ധിമുട്ടാണ്. ഇതാണ് 3 കാരണങ്ങൾ. അപ്പൊ എന്താ ചോദ്യം? ഹാലോ അരീൻസ്. അപ്പൊ ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വേണം, അത് ഇവരാണ്. ഇവർക്ക് റിയാക്ടിവിറ്റി കുറവാണ് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കാരണം അവിടെ റെസനൻസ് നടക്കുന്നു, ഡബിൾ ബോണ്ട് ഉണ്ട്. സോ അവിടെ ബോണ്ട് ബ്രേക്ക് ആയിട്ട് വേറൊരു ന്യൂക്ലിയോഫൈൽ വരാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാരണം ഒന്നിൽ sp3 ഒന്നിൽ sp2 ആണ്. sp2 കാർബൺ എന്ന് പറഞ്ഞാൽ അവിടെ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ്, ഇലക്ട്രോൺസിനെ പിടിച്ചു നിർത്താണ്. അപ്പോൾ ഓൾറെഡി ബെൻസീൻ റിംഗ് റിച്ച് ആണ് ഇലക്ട്രോൺസ് കൊണ്ട്, വേറൊരു ന്യൂക്ലിയോഫൈലും ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ രണ്ടും കൂടി നമുക്ക് പോസിബിൾ അല്ല. വേറൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ 3 കാര്യങ്ങളാണ് 3 ഹെഡിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ഷോർട്ട് പോയിന്റുകൾ മനസ്സിലാക്കി എഴുതിയാലും മതി. 2 മാർക്കിനാണ് കേട്ടോ. അപ്പോൾ ഹെഡിങ്ങെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇവിടെ എന്താണ് ആൻസർ വരിക നോക്കാം. ഇത് നമുക്ക് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ അതൊക്കെ വരുന്ന ഭാഗമാണ് ഇവിടെ. ഇവിടെ അതാ CH3 CH2 Br Mg എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക? ഈ മെഗ്നീഷ്യം വന്നാൽ ശ്രദ്ധിക്കുക, എല്ലാവരും കൂടി മിക്സ് ആക്കി എഴുതിയാൽ മതി. മെഗ്നീഷ്യം വന്നാൽ മാത്രം എന്താ ചെയ്യേണ്ടത്? CH3 CH2 Mg കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക, MgBr എന്ന് കൊടുക്കുക. ഇതിനെ വിളിക്കുന്ന പേര് ഗ്രിഗനാർഡ് റിയേജന്റ് എന്നാണ് കേട്ടോ. ഇത് പഠിച്ചു വെച്ചോ, ഗ്രിഗനാർഡ്. നടുവിലെ Mg വരുന്നതാണ് ഗ്രിഗനാർഡ് റിയേജന്റ്. നടുവിൽ നമുക്ക് മെഗ്നീഷ്യം വന്നു കണ്ടോ, CH3 CH2 Br എന്നാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. അപ്പം എന്താവും? CH3 CH2 MgBr എന്നാവും. ഇതിന് നമ്മൾ ഗ്രിഗനാർഡ് റിയേജന്റ് എന്നാണ് പറയാം. ഓക്കെ, ഈ കിട്ടുന്ന ആള് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ബെൻസീൻ്റെ മുകളിൽ ബ്രോമിൻ, പിന്നെ സോഡിയം, CH3 CH2 Br. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് റിയാക്ഷൻ ആണെന്നുള്ളത്. ഇവിടെ നമുക്കൊരു ഹാലോ അരീൻ ഉണ്ട് കണ്ടോ, ഹാലോ അരീൻ. ഇവിടെ നമുക്കിത് ഒരു ഹാലോ ആൽക്കേനും ഉണ്ട്, സോഡിയം ഉണ്ട്. ഇത് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ ആണ് കേട്ടോ. ഹാലോ ബെൻസീൻ്റെ മുകളിലും ബ്രോമിൻ, കാർബൺ എന്ന് പറയുന്ന ആളുടെ കൂടെയും ബ്രോമിൻ, 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഹാലോ അരീനും ഉണ്ട്, ഹാലോ ആൽക്കേനും ഉണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണെന്നറിയോ? NAയും BRകളൊക്കെ ഒരുമിച്ച് പുറത്തേക്ക് പോകും. NaBr എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും. 2 NaBr കണ്ടോ, 2 NAയും Br 2 NAയും 2 Brഉം അങ്ങോട്ട് പുറത്തേക്ക് പോയി. ബാക്കി ഇവിടെ വരിക, ബെൻസീൻ വരയ്ക്കുക, ബെൻസീൻ്റെ മുകളിലേക്ക് ഈ CH3 CH2 എന്നുള്ളത് കയറി വരും. ഇതാണ് ഇവിടെ സംഭവിക്കുക കേട്ടോ, CH3 CH2. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ സോഡിയം ഉണ്ട്, സോഡിയത്തിൻ്റെ കൂടെ 2 ബ്രോമിൻ പോയാൽ ബാക്കി സോഡിയം പോയി, Br പോയി, ബാക്കി ആരുള്ളത്? ബാക്കി ബെൻസീനും CH3 CH2 കൂടി ചേരും. അതറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് വുഡ്സ്വിറ്റിക് റിയാക്ഷൻ ആണ്. അടുത്ത് നോക്കിയേ, റൈറ്റ് ദ അസെൻഡിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഫോർ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഹാലോ ആൽക്കീൻസ് ഇൻ SN1. SN1 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആലോചിക്കുക? 2 സ്റ്റെപ്പിൽ നടക്കുന്നു. 2 സ്റ്റെപ്പിൽ നടക്കുന്നത് ആർക്കാണ്? മോർ റിയാക്റ്റീവ് ടെർഷ്യറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ആ ഓർഡർ എഴുതിയാൽ മാത്രം മതി. ഇനി ഇവിടെ പറയുന്നു ക്ലോറോഫോം ഈസ് സ്ലോലി ഓക്സിഡൈസ്ഡ് ബൈ എയർ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ടു എ പോയിസൺ ഗ്യാസ്. ക്ലോറോഫോം എന്ന് പറയുന്ന ഒരാളുണ്ട്, ക്ലോറോഫോം. ഈ ക്ലോറോഫോം നമ്മൾ എയറിൻ്റെ പ്രസൻസിൽ വെച്ചാൽ, ലൈറ്റിലൊക്കെ തുറന്നു വെച്ചാൽ അവിടെ ഒരു വിഷമുള്ള ഒരു പോയിസൺ ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഫോസ്ജീൻ എന്നാണ് നമ്മൾ പറയുക കേട്ടോ, ഫോസ്ജീൻ. അല്ലെങ്കിൽ COCl2 എന്ന് എഴുതിയാലും മാർക്കാണ്. ഇതാണ് ആള്. പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടോ. മൊത്തത്തിൽ ഈ പാഠത്തിൽ നിന്ന് നമുക്കിതാ ഒരു 9 മാർക്ക് 8 മാർക്ക് നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ചോദ്യം. ദ റിയാക്ഷൻ വിച്ച് കൺവേർട്ട് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ എടുക്കുക, ബെൻസീൻ്റെ മുകളിൽ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ N2Cl ആണ്. ഇതിനെ ക്ലോറോ ബെൻസീനാക്കി മാറ്റുക. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ക്ലോറോ ബെൻസീനാക്കി മാറ്റുക യൂസിങ് CuCl ആൻഡ് HCl.
ഇങ്ങനെ ഒരു റിയാക്ഷൻ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏത് റിയാക്ഷനാണ്? അത് സാൻമെയർ റിയാക്ഷൻ ആണ് കേട്ടോ. സാൻമെയർ റിയാക്ഷനിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ക്ലോറോ ബെൻസീനാക്കി മാറ്റുന്നത്. CuCl HCl ഒക്കെ വരുന്നത് എവിടെയാണ്? സാൻമെയറിലാണ്. സാൻമെയർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി ഈ പാഠത്തിൽ നിന്ന് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ സ്യൂട്ടബിൾ മെത്തേഡ് ടു കൺവേർട്ട് CH3CH2Br-നെ CH3CH2I ആക്കി മാറ്റാനാണ് ഇവിടെ പറയണം. ഓക്കെ, നമുക്കതൊന്ന് നോക്കിയാലോ. അപ്പം ഇങ്ങനെ കൺവേർഷൻസും പരീക്ഷയ്ക്ക് ചോദിക്കും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആരെ കൺവേർട്ട് ചെയ്യേണ്ടത്? CH3CH2Br. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? CH3CH2I ആക്കി മാറ്റണം. അതായത് ഇവിടുന്ന് ബ്രോമിൻ പോണം, അവിടേക്ക് I എന്ന് വരണം. I വരണമെങ്കിൽ I ഉള്ള ഒരാളെ നമ്മൾ ആഡ് ചെയ്യുക. I ഉള്ളത് ആരാണ്? NaIനെ ആഡ് ചെയ്യുക. NaI ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ. ഡ്രൈ അസെറ്റോൺ. അപ്പം എന്താ സംഭവിക്കുക? ബ്രോമിൻ്റെ സ്ഥാനത്ത് ഈ I എന്നുള്ള ആൾ കയറി വരും. ബ്രോമിൻ പോവും ആരുടെ കൂടെ? NAയുടെ കൂടെ. NaBr ആയിട്ട് പോവും. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്നത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷെ പഠിച്ചു വയ്ക്കണം. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ് റിയാക്ഷൻ, നമ്മളിത് എഴുതി. അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നോക്കിക്കോ. സജസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സ്യൂട്ടബിൾ മെക്കാനിസം ഫോർ ദ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് വിത്ത് NaOH. ഇതേതാ? ടെർഷറി എന്ന് പറഞ്ഞാൽ 3 എണ്ണം, ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ഉണ്ട്, ബ്രോമിനും ഉണ്ട്. ഇതിനെ NaOH ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാൻ ഇത് ഏതാ? നമ്മൾ ഏതാ? SN1 റിയാക്ഷൻ ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. SN1 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടെർഷറി ആയിട്ടുള്ള ഒരാളെ നമ്മൾ എടുത്തതാ, ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്. അതിനെ ബ്രേക്ക് ചെയ്തു, NaOH വെച്ച് ആഡ് ചെയ്തു. ഈ റിയാക്ഷൻ എഴുതിയാൽ ഇതിൻ്റെ മാർക്കായി. 2 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വാട്ട് ആർ ഗ്രിഗ്നാർഡ് റിയേജന്റ്? സ്റ്റേറ്റ് സെയ്റ്റ്സെഫ് റൂൾ. സെയ്റ്റ്സെഫ് റൂൾ നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. എന്താ ഗ്രിഗ്നാർഡ് റിയേജന്റ്? ഞാൻ പറഞ്ഞു, RMgX എന്ന് പറയുന്നതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് കേട്ടോ. ആറിൻ്റെ അവിടെ CH3 എന്ന് വരാം, മെഗ്നീഷ്യം അവിടെ തന്നെ ഉണ്ടാവും. എക്സിൻ്റെ അവിടെ ക്ലോറിൻ എന്ന് വരാം, അല്ലെങ്കിൽ എക്സിൻ്റെ അവിടെ Br എന്ന് വരാം. ഇങ്ങനെയൊക്കെ നമുക്ക് വരാം. മെഗ്നീഷ്യം നടുവിൽ വന്നാൽ മതി. RMgXനെ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ കുറച്ച് നേരത്തെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത സെക്ഷനിൽ നോക്കിക്കോട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, നന്നായി ശ്രദ്ധിക്കുക. ഐഡന്റിഫൈ ദ മെയിൻ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ആദ്യം CH3CH2OHലേക്ക് PCl3 ആഡ് ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഈ OH പോയിട്ട് അവിടേക്ക് ക്ലോറിൻ വന്ന് കയറും. CH3 മെയിൻ പ്രൊഡക്റ്റ് എഴുതിയാൽ മതി, ബാക്കിയൊന്നും എഴുതണ്ട. സോ CH3CH2Cl എന്നാവും. ഇനി ഇവിടെയോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാർക്കോനിക്കോ റൂൾ എഴുതിയാൽ മതി. എങ്ങനെയായിരുന്നു മാർക്കോനിക്കോ റൂള്? I എന്ന് പറയുന്ന ആള്, നെഗറ്റീവ് ആയിട്ടുള്ള ആള് ഇങ്ങോട്ടേക്ക് പോകും, കുറഞ്ഞ ഹൈഡ്രജനിലേക്ക് പോകും. സോ CH3CHന്റെ കൂടെ I വരും. CH3CHI സിംഗിൾ ബോണ്ട് ആവും. ഈ H ഇപ്പുറത്തേക്ക് കിടക്കും, CH3. കണ്ടോ മാർക്കോനിക്കോ റൂൾ കേട്ടോ. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാനാണ് ഈ പാഠത്തിന് കൂടുതലും വരുന്നത്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സെയ്റ്റ്സെഫ് റൂൾ എന്താ, വുഡ്സ് എന്താ, വുഡ്സ് ഫിറ്റിക് എന്താന്നൊക്കെ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്ത ചോദ്യം. ഗീവ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. SN1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 സ്റ്റെപ്പിൽ നടക്കുന്നു, അതിൽ ടെർഷറി ആണ്. അങ്ങനെ 2 പോയിന്റ് ഇഷ്ടമുള്ളത് എഴുതാൻ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ വേണ്ട, അറേഞ്ച്. ഇതിനെ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറിൽ എഴുതാനാണ്. നമുക്കിത് 1 ക്ലോറോപ്രൊപ്പെയിൻ, 2 ക്ലോറോപ്രൊപ്പെയിൻ, 1 ക്ലോറോബ്യൂട്ടെയിൻ എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതിനെ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എന്ത് ഓർഡറിലാണ് പറഞ്ഞിട്ടുള്ളത്? അറേഞ്ച് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ ആദ്യം ഏറ്റവും കുറവുള്ളത് ഏതാണ്? കൂടി കൂടി വരുന്ന രീതിയിൽ എഴുതാം ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? കൂടുതൽ കാർബൺ ആർക്കാണോ അതിനായിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. പിന്നെ ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ അതിന് കുറവാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ക്ലോറോ 1 ക്ലോറോ 2 ക്ലോറോ 2 ക്ലോറോ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രാഞ്ചായി, രണ്ടാമത്തേലാണ് വരുന്ന ക്ലോറിൻ.
അപ്പോൾ ഇവിടെ ബ്രാഞ്ചിങ് കൂടുതലാണെന്നാണ് അർത്ഥം, അതിനാണ് ഏറ്റവും കുറവ്. സോ 2-chloro-propane ആയിരിക്കും ഏറ്റവും കുറവ്. ഇവിടെ 3 എന്നുണ്ടെങ്കിൽ 3 ആണ് ഏറ്റവും കുറവ് വരിക കേട്ടോ. നമ്പർ 2, 3, 4 എന്നൊക്കെ അനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ 2 ആണ് ഇതിൽ വലുത്, അപ്പോൾ 2ലാണ് ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കുറവ്. അത് കഴിഞ്ഞാൽ പിന്നെ 1-chloro-propും 1-chloro-buteും. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3ഉം ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4ഉമാണ്. സോ 3ആണ് അടുത്തത് വരിക, 4നാണ് ഏറ്റവും കൂടുതൽ. അപ്പം അടുത്തത് 1-chloro-propane വരും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 1-chloro-butane വരുന്നത്. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. അടുത്ത ഗീവ് 1 യൂസ് ഓഫ് ക്ലോറോഫോം. ക്ലോറോഫോമിന് ഏതെങ്കിലും ഒരു യൂസ് ചെയ്താലാണ് അതൊരു സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഫ്രീയോൺ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. കുറേ യൂസസ് ഉണ്ട്. അപ്പോൾ ഒരു യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കാം. ക്ലോറോഫോമിൻ്റെ യൂസ് പഠിച്ചു വെച്ചോ. ഇതുപോലെ കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് ഈ പാഠത്തിലുണ്ട്, അതിൻ്റെയൊക്കെ യൂസ് ചിലപ്പോൾ ചോദിക്കാം, നോക്കി വയ്ക്കുക. അപ്പോൾ ക്ലോറോഫോമിൻ്റെ യൂസസ് ചോദിച്ചാൽ ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ് ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രീയോൺ. ഫ്രീയോൺ എന്ന് പറയുന്ന ഒരാൾ റെഫ്രിജറേറ്ററിലുണ്ട്, ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ റെഫ്രിജറൻറ്റ് എന്ന് പറയും. ഈ റെഫ്രിജറൻറ്റിൻ്റെ ഉള്ളിൽ ഫ്രീയോൺ ഉണ്ടാക്കാൻ നമുക്ക് ക്ലോറോഫോം വേണം. മൂന്നാമത്തെ ഉപയോഗം അനസ്തെറ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അനസ്തെറ്റിക് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അനസ്തെറ്റിക് ആയിട്ട് ക്ലോറോഫോം യൂസ് ചെയ്യുന്നുണ്ട്. അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ചോദ്യങ്ങളില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽ ചോദ്യം തന്നെയാണ് ഇവിടെ വീണ്ടും വന്നിട്ടുള്ളത്. കണ്ടോ, CH3, CH2, Br, Na, I, അസറ്റോൺ. I എന്നുള്ളത് ഇവിടെ വന്നേക്കുക, ബ്രോമിൻ എന്നുള്ളത് പോയിട്ട് അയഡിൻ എന്നുള്ളത് വന്നു. ഈ റിയാക്ഷൻ്റെ പേരെന്താ? ഫിംഗൽസ്റ്റീൻ കേട്ടോ. അപ്പോൾ ഇത് പഠിക്കണം. റിയാക്ഷൻ്റെ പേരും ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എഴുതിയാൽ മതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ എഴുതാം. ഒരു 3 പോയിന്റ് വെച്ചിട്ടെങ്കിൽ എഴുതാം. ഞാൻ ഓൾറെഡി ഇന്ന് ഫസ്റ്റ് സെക്ഷനിൽ SN1 SN2 പറഞ്ഞു തന്നു. ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. അടുത്തത് ഇതാണ്, ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ഇൻ ന്യൂക്ലിയോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹാലോ അരീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കുറവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്? അവർക്ക് റെസനൻസ് ഉണ്ട്, ഹൈബ്രിഡൈസേഷനിൽ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആണ്. അതൊക്കെ എഴുതിയാൽ മതി. പിന്നെ ഇത് ഡയറക്റ്റ് ചോദ്യമാണ്, എന്താണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ? പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഠിക്കണം. വുഡ്സ് ഫിറ്റിക്, സാൻമെയർ ഒക്കെ സെയ്ഡ്സെഫ് ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം നോക്കിക്കോ. ഹൗ ക്യാൻ യു കൺവേർട്ട്? നിങ്ങൾക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഹൗ ക്യാൻ യു കൺവേർട്ട് പ്രൊപ്പീൻ ടു 2-bromopropene? ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പ്രൊപ്പീനെ എങ്ങനെ 2-bromopropene ആക്കാൻ പറ്റും? പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? 3 കാർബൺ. ഓക്കെ. പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി ഇവിടെ 2 കിട്ടി, ബാക്കി 2 നിങ്ങൾ ഹൈഡ്രജൻ കൊടുക്കുക. ഇനി ഈ കാർബൺ എന്ന് പറഞ്ഞാൽ 1, 2, 3 കിട്ടി, ബാക്കി 1 ഹൈഡ്രജൻ കൊടുക്കുക. ഈ കാർബൺ 1 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 ഹൈഡ്രജൻ. ഇപ്പം 4ആയി, എല്ലാവർക്കും 4ആയി. ഇവിടെ 3ഉം 1 4ആയി. ഇവിടെ 1, 2, 3, 1 4ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊപ്പീൻ. ഇതിലേക്ക് HBr ആഡ് ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, HBr ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ബ്രോമിൻ ഈ നടുവിലേക്ക് വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെ CH3 എന്നുള്ളത് ഇവിടെ തന്നെ എഴുതിക്കോ. ഈ കുറഞ്ഞ ഹൈഡ്രജനിലേക്ക് ബ്രോമിൻ എന്നുള്ള ആൾ കയറി വരും. അപ്പോൾ CH-Br പിന്നെ CH3, ഈ H ഇപ്പുറത്തേക്കും പോകും. മാർക്കോനിക്കോ റൂള് പ്രകാരം ഇതാണ് പ്രൊപ്പീൻ. നമ്മൾ എന്താക്കി? 2-bromo, രണ്ടാമത്തേൽ ബ്രോമിൻ പ്രൊപ്പായി, 3 കാർബൺ ആകുമ്പോൾ പ്രൊപ്പീൻ. ഈ റിയാക്ഷൻ എഴുതി വയ്ക്കുക. അപ്പം അതിൻ്റെ മാർക്കായി കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം, മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഈസ് ക്ലോറോബെൻസീൻ കൺവേർട്ടഡ് ടു 1-chloro-4-methyl-benzene? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ക്ലോറോബെൻസീൻ എടുക്കുക. ക്ലോറോബെൻസീൻ എടുത്ത് അതിനെ 4ൽ
1 ക്ലോറിൻ തന്നെ 4 മീത്തൈൽ എന്ന് പറയുന്ന ആൾ വരണം. അത് നിങ്ങൾക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം അതിന് വേണ്ടി ആദ്യം എടുക്കേണ്ടത് ക്ലോറോബെൻസീൻ ആണ്. ക്ലോറോബെൻസീൻ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ക്ലോറോബെൻസീൻ. ഇതാ ക്ലോറോബെൻസീൻ. ഇതിന് എന്താക്കി മാറ്റാനാണ് പറയണേ? ഒന്നാമത്തേൽ ക്ലോറിൻ തന്നെ എന്ന് പറഞ്ഞാൽ മുകളിൽ ക്ലോറിൻ തന്നെ അവിടെ വെക്കുക. നാലാമത്തേൽ 1 2 3 4 നാലാമത്തേൽ മീത്തൈൽ എന്ന് പറഞ്ഞാൽ CH3. ഇതിനെ ഇതാക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേത് റിയാക്ഷൻ ആണെന്ന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഇതേതാണ്? ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ഇതാ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ ആണ് ഇത്. ഇവിടെ നമ്മൾ ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഒരു CH3Cl ആഡ് ചെയ്താലാണ് ഇവിടെ മീത്തൈൽ. ഇതിൻ്റെ പേരെന്താ? 1 ക്ലോറിൻ, നാലാമത്തേൽ മീത്തൈൽ ബെൻസീൻ കേട്ടോ. അപ്പം മീത്തൈൽ വരണം, CH3 വരണമെങ്കിൽ CH3Cl ആഡ് ചെയ്യുക. ഒപ്പം ആൻഹൈഡ്രസ് AlCl3 കൂടി ആഡ് ചെയ്താലാണ് നമുക്കിത് കിട്ടുള്ളൂ. ഇതിൻ്റെ പേര് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്നാണ് കേട്ടോ. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് ഹാലോ അരീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട പല ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം ചോദ്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം ഇതാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ? SN2 എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നതാണ്. അത് പ്രൈമറിക്കാണ് കൂടുതൽ അല്ലേ, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിലേതാ പ്രൈമറി എന്ന് നോക്കിയാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലേത് റിയാക്ഷനാണ് അല്ലെങ്കിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് പ്രൈമറി റിയാക്ഷൻ, ഇതിലേതാണ് പ്രൈമറി ആയിട്ടുള്ള ആൾ ആരാന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ നോക്കിക്കേ, ക്ലോറിൻ വന്നിട്ട് ഇവിടെയൊക്കെ ക്ലോറിൻ ഉണ്ട്, പക്ഷെ നടുവിലാണ് ബ്രാഞ്ചിങ് വന്നു. ഇവിടെ 3 കാർബൺ. അപ്പം ഇതല്ല. അപ്പം ഇതാണ് ആൻസർ. കണ്ടോ? CH3 CH2 CH2. ഇതാണ് ഒറ്റ ആറാണ്. ഇതാണ് പ്രൈമറി. ഇവിടെയൊക്കെ നടുവിലാണ്, അങ്ങനെ വരാൻ പാടില്ല, അറ്റത്താണ് വരേണ്ടത്. ഇവിടെ ആണെങ്കിൽ 3 എണ്ണമാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ CH3 CH2 CH. ഇത് ഒറ്റ പീസായിട്ടാണ് എടുക്കുക. ഇതാണ് നമ്മുടെ പ്രൈമറി. അപ്പോൾ ഇതിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് പ്രൈമറിയിലാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു ചോദ്യം വന്നത് സെയ്ഡ്ജഫ് റൂളാണ്. സെയ്ഡ്ജഫ് റൂള് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ വുഡ്സ് വിറ്റിക്ക് ഫിംഗൽസ്റ്റീനും അതുപോലെ സെയ്ഡ്ജഫ് റൂളൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. പിന്നെ അതാ ഡയറക്റ്റ് ചോദ്യം, ഡിസ്ക്രൈബ് സാൻമെയർ ഫിറ്റിക് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഡയറക്റ്റ് ചോദ്യങ്ങൾ വേറെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഒരു ചോദ്യം കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. The most suitable reagent used to convert alcohol into chloroalkane. അപ്പോൾ ഈ ചോദ്യം എന്താണ്? ഇതിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ റിയേജൻ്റ് ഏതാണ് ടു കൺവേർട്ട് ആൽക്കഹോൾ എടുത്ത് ആൽക്കഹോളിനെ ക്ലോറോ ആൽക്കെയിനാക്കി മാറ്റാൻ വേണ്ടി മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾ ഇതിലേതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ SOCl2 ആണ് കേട്ടോ. പഠിച്ചു വയ്ക്കുക. ചെറിയൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് നല്ലതാണ്. That describe the following Finkelstein reaction, Fittig reaction, SN1 and SN2. ക്ലോറോഫോം ഡാർക്ക് കളറിൽ സ്റ്റോർ ചെയ്യുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ. ക്ലോറോഫോം ഡാർക്ക് കളറിൽ സ്റ്റോർ ചെയ്യണം, ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ബോട്ടിലുകളിൽ സ്റ്റോർ ചെയ്യണം. അല്ലെങ്കിൽ അവരെന്തുണ്ടാവുക, ലൈറ്റിൻ്റെ പ്രസൻസിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു പോയ്സൺ ഗ്യാസ് ഫോം ചെയ്യും. ഒരു പോയ്സൺ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതാരായിരുന്നു? ഫോസ്ജീൻ ഫോം ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്താ ക്ലോറോഫോം ഈസ് stored in dark colored bottle completely filled because when chloroform is open to airലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ or when they exposed to air or light, എയറോ ലൈറ്റോ അവർക്ക് കിട്ടിയാൽ they will form a poison gas, phosgene. അവിടെ ഒരു പോയ്സൺ ഗ്യാസ് ഉണ്ടാകുന്നു മാത്രം എഴുതിയാൽ മതി. അപ്പം ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതും. ഇത്രയും സെക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി, ലൈവും വീഡിയോ ക്ലാസ്സിലും പറഞ്ഞ ഇത്രയും സെക്ഷൻസ് മനസ്സിലായി എന്നുണ്ടെങ്കിൽ എത്രയും വേഗം പഠിക്കുക. ഡെഫിനിഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. നിർബന്ധമായിട്ട് ഇടയ്ക്ക് റിവൈസ് ചെയ്യണം. ഒന്ന് കാണാണ്ട് എഴുതി നോക്കുക, മനസ്സിലാക്കി പഠിക്കുക. ബൈ ഹാർട്ട് പഠിക്കരുത്, ഓർഗാനിക്കാണ്. ഇതുപോലെ നമുക്കിനി അടുത്ത പാഠങ്ങളൊക്കെ പഠിക്കാം. അടുത്ത പാഠങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കുറച്ച് വലിയ പാഠങ്ങളിലേക്ക് നമ്മൾ മെല്ലെ കടക്കും.
അത് കുറച്ച് നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ വരും. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് കഥ പോലൊക്കെ പഠിപ്പിക്കും. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ഈ പാഠം അടുത്ത കെമിസ്ട്രി ക്ലാസ്സിന് മുമ്പ്, അടുത്ത കെമിസ്ട്രി ചാപ്റ്ററിന് മുമ്പ് ഈ പാഠം പഠിച്ചിരിക്കണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. താങ്ക്